വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ സമ്പൂർണ്ണ ബജറ്റ് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ VR ജിത്ത് അവതരിപ്പിച്ചു. 40,66,266,236 രൂപ വരവും 36,07,28,000 രൂപ ചിലവും 4,61,38,236 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ സമ്പൂർണ്ണ പാർപ്പിടത്തിനും സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനത്തിനുമാണ് ഊന്നൽ നൽകിയിട്ടുള്ളത്. ആരോഗ്യം, സാമൂഹ്യക്ഷേമം, പശ്ചാത്തല സൗകര്യ വികസനം എന്നിവയ്ക്കും മുൻഗണന നൽകിയിട്ടുണ്ട്. ബജറ്റ് പഞ്ചായത്തിലെ സമഗ്രമായ സാമ്പത്തിക സാമൂഹികമായ വികസനം ലക്ഷ്യമാക്കിയുള്ളതും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും മുൻഗണന നൽകിയിട്ടുള്ളതുമാണ്. പാർപ്പിട മേഖലയിലെ ഉന്നമനത്തിന് 6,45,22,000 രൂപ വകയിരുത്തിയ ഈ ബജറ്റിൽ ഇതുകൂടാതെ കാർഷിക മേഖല 51,20,000 രൂപ, മൃഗസംരക്ഷണം 67,10,000 രൂപ, പൊതുമരാമത്ത് 4,12,00,000 രൂപ, പാർപ്പിടം 6,45,22,000 രൂപ, ആരോഗ്യം 74,20,000, കുടിവെള്ളം 83 ലക്ഷം, ശുചിത്വം മാലിന്യ സംസ്കരണം 95,29,000, വിദ്യാഭ്യാസം 37,15,000, സാമൂഹ്യക്ഷേമം 1,58,00,000 എന്നിവയാണ് പ്രധാന വകയിരുത്തലുകൾ. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ തപതി KA, സുധീർ പട്ടാലി, ജ്യോതി രവീന്ദ്രൻ, ജനപ്രതിനിധികൾ, പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു IS, അസിസ്റ്റന്റ് സെക്രട്ടറി, നിർവഹണ ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, പൊതുപ്രവർത്തകർ, പഞ്ചായത്തിലെയും ഘടക സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ, മാധ്യമപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ ഈ ഭരണസമിതി 4 വർഷം പിന്നിട്ടുകൊണ്ട് ഈ ഒരു ഭരണസമിതിയുടെ അവസാനത്തെ ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. 2025-26 ആ ഒരു പദ്ധതിയുടെ ബജറ്റിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം, പുതിയൊരു വാർഷിക പദ്ധതിക്ക് രൂപകൽപ്പന ചെയ്യുമ്പോൾ അതിൻ്റെ ആമുഖമെന്നാണ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആസൂത്രണ സമിതി യോഗങ്ങൾക്ക് ശേഷം വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾ ചേർന്നതിന് ശേഷം പിന്നീട് ഗ്രാമസഭകൾ നടത്തിയും അതിനുശേഷം പദ്ധതികൾ രൂപപ്പെടുത്തിക്കൊണ്ട് വികസന സെമിനാറിലേക്ക് കടന്നുകൊണ്ട് വികസന സെമിനാറിൻ്റെ അവതരണത്തിന് ശേഷം നമ്മൾ ബഡ്ജറ്റിൻ്റെ പ്രക്രിയയിലേക്ക് കടന്നുകൊണ്ട് ഇന്നിവിടെ വലപ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ 5ാമത്തെ ബഡ്ജറ്റ്, ലാസ്റ്റ് ബഡ്ജറ്റിൻ്റെ അവതരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇത്തരത്തിൽ ബഡ്ജറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ പ്രാമുഖ്യം നൽകേണ്ട പാർപ്പിട മേഖലയ്ക്കും അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനം, സർക്കാരിൻ്റെ മാലിന്യ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ വരുന്ന മാർച്ച് 31-ന് ഉള്ളിൽ അതിൻ്റെ തീർത്തും നമ്മുടെ മേഖലയിൽ നിന്നും മാലിന്യ നവകേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തുന്നതിന് വേണ്ടി, മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അത്തരം പ്രവൃത്തിയിലേക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ആ ഒരു മേഖലയ്ക്കും പ്രത്യേകിച്ചും മാലിന്യ നിർമ്മാർജ്ജനം, പാർപ്പിട സൗകര്യങ്ങൾ ഏർപ്പെടുന്നതോടൊപ്പം തന്നെ നമുക്കറിയാം, പാർപ്പിട സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ ലൈഫ് പദ്ധതി ഉൾപ്പെടെ ഭവന പുനരുദ്ധാരണം, PMAY, അതുപോലെ തന്നെ പഠനമുറി ഉൾപ്പെടെയുള്ള അത്തരം മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടും മാലിന്യ നിർമ്മാർജ്ജനത്തിനും അതുപോലെ തന്നെ പൊതുമരാമത്ത് മേഖലയായ റോഡിൻ്റെ നിർമ്മാണത്തിനും വിദ്യാഭ്യാസ മേഖലയ്ക്കും അതുപോലെ തന്നെ MGNREGs ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി അത് ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇത്തരം മേഖലയ്ക്കെല്ലാം പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് 2025-26
ഗ്രാമപഞ്ചായത്ത് ഇവിടെ ഈ സഭയ്ക്ക് മുമ്പാകെ വയ്ക്കുന്നത്. നമ്മൾ ഈ വർഷത്തെ വികസന സെമിനാറിന് ശേഷം നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാണ് കൂടുതൽ മുൻതൂക്കം നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രി നമ്മുടെ പഞ്ചായത്തിൽ വന്ന് ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചപ്പോൾ തന്നെ പ്രത്യേകം അറിയിച്ചിട്ടുള്ളൊരു കാര്യം, ഭരണസമിതിയെ ഒരു വലിയൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ് ചെയ്തത്. നമ്മുടെ പാർപ്പിട മേഖലയിൽ നമ്മൾ ഏകദേശം വളരെ മുൻപന്തിയിലായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ലൈഫ് മിഷൻ്റെ ലിസ്റ്റ് പ്രകാരമായിട്ട് നമ്മൾക്ക് അതിൻ്റെ ഒരു കവറേജ് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം കണ്ടെത്തിയത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാകും. പല പരിമിതികളുണ്ട്. ഫണ്ടിൻ്റെ അല്ലാതെ മറ്റ് ചില പരിമിതികൾ ഉള്ളതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഭരണസമിതികൾക്കും അറിയാം, അതുപോലെ തന്നെ നമ്മുടെ ഗുണഭോക്താക്കൾക്കും അറിയാം. നമ്മുടെ ഇവിടുത്തെ ഫെയർ വാല്യൂവിൻ്റെ വ്യത്യാസവും മറ്റും എല്ലാം കൊണ്ടും നമുക്ക് അതിലേക്ക് മുഴുവനായിട്ടും എത്തിച്ചേരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്തായാലും നമ്മുടെ ഒരു വലിയ പരിശ്രമം തന്നെ അതിൻ്റെ പിന്നിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ അന്ന് മന്ത്രിക്ക് കൊടുത്ത വാക്ക്. തീർച്ചയായിട്ടും